അപ്പോൾ നമുക്കറിയുന്നത് പോലെ കുറേയധികം IPOs ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും അതിശക്തമായിട്ടുള്ള റിട്ടേൺസും കിട്ടുന്നുണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ എല്ലാ IPO വരുമ്പോഴും വളരെ വിശദമായി അവയെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ റോസറി ബയോടെക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഹാപ്പിയസ്റ്റ് മൈൻഡ്സും റൂട്ട് മൊബൈലും ക്യാംസ് IPOയും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ കമ്പനിയുടെ റിട്ടേൺസും നോക്കുകയാണെങ്കിൽ IPO ഒക്കെ അപ്ലൈ ചെയ്തു, അത് ലിസ്റ്റ് ആകുമ്പോൾ തന്നെ നിയർലി 100% റിട്ടേൺസ് ആണ് ഏറെക്കുറെ എല്ലാ IPOസിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, ഇന്നാണല്ലോ റൂട്ട് മൊബൈലിന്റെ IPO ലിസ്റ്റ് ആയിരിക്കുന്നത്. ഇന്നും അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിയർലി 100 to 110% റിട്ടേൺസ് ആണ് നിയർലി എന്താണ് ഒരാഴ്ചക്കുള്ളിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് IPOs വരുന്നതും അതിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയവർക്ക് ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നതും. എന്നാലും ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് പറയാറുള്ളത്, IPO വരുന്നു എന്നുള്ളത് കൊണ്ട് കണ്ണും പൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ലിസ്റ്റിംഗ് ഗെയിം കിട്ടുന്നുണ്ടാകും, പക്ഷെ കണ്ണും പൂട്ടി ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. എപ്പോഴും നമ്മൾ ബീയിങ് ഇന്റലിജന്റ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഗെയിം പ്രതീക്ഷിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ആ കമ്പനി എന്താണ്, അതിന്റെ ബിസിനസ് എന്താണ്, അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് IPO ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ല കാര്യം. അങ്ങനെ ആയിരിക്കണം എപ്പോഴും ഒരു ഫണ്ട്ഫോളിയോ കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എഗെയിൻ ഒരു IPO നടക്കുകയാണ്. അത് ഇന്ന് ഓപ്പൺ ചെയ്ത IPO ആണ്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് 23 സെപ്റ്റംബർ വരെ ഓപ്പൺ ആണ്. കമ്പനിയുടെ പേര് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും, കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. വ്യക്തമായിട്ട് വിശദമായിട്ട് നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇപ്പോഴും നിങ്ങൾക്ക് IPO എന്താണെന്ന്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്ന് അറിയില്ല എങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ IPO എന്താണെന്ന് മനസ്സിലാക്കാം, അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാം, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇനിയും കാത്തു നിൽക്കുന്നത്? കുറേ അധികം ഓപ്പർച്യൂണിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും തരുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാനായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഒരു ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടും മാത്രം മതി. അതും നിങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്സ്റ്റോക്സിലും സിറോദയിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കെംകോൺ സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. ഏറ്റവും അവസാനം എപ്പോഴത്തെ പോലെയും ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫണ്ട്ഫോളിയോ. എപ്പോഴത്തെ പോലെയും ആദ്യം നമ്മുടെ ഡിസ്ക്ലെയിമർ ആണ്, നമ്മളിവിടെ സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള അഡ്വൈസസ് ഒന്നും തന്നെ തരുന്നില്ല. നമ്മളിത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം, അതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് 21 സെപ്റ്റംബർ മുതൽ ഈ ഒരു IPO ഓപ്പൺ ആയിട്ടുണ്ട്. മറ്റന്നാൾ 23 സെപ്റ്റംബർ ബുധനാഴ്ച വരെ ഈ IPO ഓപ്പൺ ആണ്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. എഗെയിൻ ഒരു കോമൺ ഡൗട്ട് പലരിൽ നിന്നും വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് IPO ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കൂടുതൽ പേർക്കും കിട്ടാത്തൊരു അവസ്ഥയാണല്ലോ ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടോ എന്ന് പലരും ചോദിച്ചു കാണുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു വിൻഡോന്റെ അകത്ത്, അതായത് ഇന്നും നാളെയും മറ്റന്നാളായിട്ട് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഈക്വൽ പ്രിഫറൻസ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഓൾറെഡി കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഓൾറെഡി ഇന്ന് തന്നെ ഇതിന്റെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഉള്ള സബ്സ്ക്രിപ്ഷൻ 100% ആയി എന്നുള്ളതാണ്. എഗെയിൻ നമ്മൾ കഴിഞ്ഞ എല്ലാ IPOയിലും കാണുന്ന പോലെ ഇതും ഒരു ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള IPO ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു. ഇതിന്റെ അലോട്ട്മെന്റ് ഡേറ്റ് 28 സെപ്റ്റംബർ ആണ്. അതിനുശേഷം 1 ഒക്ടോബറിനാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാംസിന്റെ IPOനെ പറ്റി ഡിസ്കസ് ചെയ്തു. ക്യാംസിന്റെ IPOന്റെ എക്സാക്ട് സെയിം ഡേറ്റ്സ് തന്നെയാണ് കെംകോണിന്റെ IPOക്കും ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു IPOന്റെ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുവരെ കഴിഞ്ഞ കമ്പനീസിൽ കണ്ടതുപോലെയല്ല, ഇത് റേസ് ചെയ്യുന്നത് ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ എമൗണ്ട് ആണ്. 318 കോടി രൂപയാണ് ഈ ഒരു കമ്പനി റേസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പ്രൈസ് ബാൻഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 338 രൂപ മുതൽ 340 രൂപ വരെയാണ് ഒരു ഷെയറിന് നിശ്ചയിച്ചിരിക്കുന്ന വില. എഗെയിൻ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഈ ഒരു IPOയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കട്ട് ഓഫ് പ്രൈസ് എന്നുള്ള ആ ഒരു സ്ഥലം നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ 340 രൂപ പെർ ഷെയർ എന്നുള്ളതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വില. അങ്ങനെ തന്നെയാണ് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ചെയ്യേണ്ടത്. ലോട്ട് സൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ലോട്ടിലെ 44 ഷെയർ ആണ് വരുന്നത്. അങ്ങനെ ഒരു മിനിമം ഒരു ലോട്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ
പറയുകയാണെങ്കിൽ ഈ ഒരു IPO-ലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 14,960 രൂപ നമ്മൾ ചെലവാക്കേണ്ടതുണ്ട്. അതുപോലെ മാക്സിമം സൈസിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ 13 ലോട്ടാണ് ഒരാൾക്ക് എടുക്കാൻ പറ്റുക. അതായത് 572 ഷെയർസ് കിട്ടും. അതായത് 1,94,000 രൂപ ചിലവാക്കാൻ കഴിയും. എന്നാലും അറിയുന്നത് പോലെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയ സ്ഥിതിക്ക് ഒരു ലോട്ടിൽ കൂടുതൽ എത്ര അധികം അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, കിട്ടുക ആകെ ഒരൊറ്റ ലോട്ട് മാത്രമായിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യം ഒരൊറ്റ ലോട്ട് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ പലരും ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്, കുറെ ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്, എന്തായാലും നമുക്ക് ഒരാളുടെ പേരിൽ നിന്ന് ഒരൊറ്റ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് തന്നെ ഒരു സീറോദ അക്കൗണ്ട് ഉണ്ടെങ്കിലും അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിലും മറ്റൊരു കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരൊറ്റ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്റലിജന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം, ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ പല അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്നും അപ്ലൈ ചെയ്യും. അപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടാറുണ്ട്. ഇത് പലരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം. മുന്നിലേക്ക് ഇനിയും കുറേ അധികം IPOs വരുന്നുണ്ട്. IPOന്റെ ഒരു സീസൺ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് അടുത്ത ദിവസം തന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ IPO സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഡിമാറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. IPOസിലൂടെ നിയർലി 100% റിട്ടേൺസ് ഒക്കെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് താഴെയുള്ള ലിങ്ക്സ് തന്നെ ഉപയോഗിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. തീർച്ചയായിട്ടും വളരെയധികം മികച്ച ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ IPO നടക്കുന്നു എന്ന് മനസ്സിലാക്കി എന്തിനാണ് ഈ കമ്പനി പൈസ റേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 318 കോടി രൂപയാണ് റേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ 318 കോടിയിൽ 165 കോടി രൂപ മാത്രമാണ് കമ്പനിയിലേക്ക് പോകുന്നത്. ബാക്കി 153 കോടി രൂപ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ വിറ്റിട്ട് ആ പ്രൊമോട്ടേഴ്സിലേക്കാണ് 153 കോടി രൂപ പോകുന്നത്. അപ്പോൾ അതാണ് ആ 153 crore rupees ആണ് ഈ ഒരു IPO ഓഫർ ഫോർ സെയിൽ കമ്പണന്റ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലായ കാര്യം 165 കോടി രൂപ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ചോദ്യം, എന്താണ് കമ്പനി 165 കോടി രൂപ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് പൈസ റേസ് ചെയ്യുന്നത്? 3 റീസൺസ് വളരെ വിശദമായിട്ട് ഇവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കമ്പനിയുടെ IPO നടക്കുമ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എന്നാൽ ആ കമ്പനിയുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കൂടി വായിക്കുകയാണെങ്കിൽ ആ കമ്പനി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കാൻ പറ്റും. അതൊരു നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എങ്ങനെ ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ കുറച്ച് നല്ലൊരു RHP ആണ്. വളരെ നല്ല രീതിയിൽ അവർ അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈസ റേസ് ചെയ്യുന്നതിന്റെ 3 റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ റീസൺ ഇവർ കൊടുത്തിരിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അതിലേക്കാണ് ഈ 165 കോടിയിലെ 41 കോടി രൂപ ഉപയോഗിക്കുന്നത്. എഗെയിൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലെ 79ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വിശദമായിട്ട്, അതായത് 41 കോടി രൂപ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് എവിടേക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നെല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. എല്ലാവരും തുറന്നു നോക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ 41 കോടി രൂപയിലെ 2 പുതിയ ഫാക്ടറീസ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആ 2 ഫാക്ടറീസിലും എന്തൊക്കെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നുണ്ട്, അത് ഏത് വെണ്ടറിന്റെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത്, ഓരോ എക്യുപ്മെന്റിന്റെ വില എന്താണ്, ഓരോ എക്യുപ്മെന്റിന്റെ പേരെന്താണ്, വളരെ വിശദമായിട്ട് കാണിച്ചിട്ടുള്ള വളരെ നല്ലൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. തീർച്ചയായിട്ടും 79ാമത്തെ പേജിലേക്ക് പോകുക. ആ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ റീസൺ കാണിച്ചിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. അതിലേക്ക് 90 കോടി കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ റീസൺ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് ആണ്. എല്ലാവരും എഴുതുന്നത് പോലെ അതിലേക്ക് 34 കോടി രൂപയാണ് ഇവർ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു IPOന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വിശദമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന പോലെ എന്താണ് ഈ കമ്പനിയുടെ ബിസിനസ്? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേരിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ്. വളരെ ക്ലിയർ ആണ്. ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ റോസറി ബയോടെക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ പ്ലഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു റോസറി ബയോടെക് എന്ന കമ്പനിയുടെ വർക്കും സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് എന്താണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പെട്ടെന്ന് പറയുകയാണെങ്കിൽ വളരെയധികം സ്പെസിഫിക് യൂസ് കേസസ് ഉള്ള, അതായത് ഒരു എൻഡ് പ്രൊഡക്റ്റിലേക്ക് നേരെ പോകാതെ വേറൊരു എൻഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു കാര്യം നടക്കാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽസിനെയാണ് ബേസിക്കലി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയുന്നത്. വളരെയധികം നിഷ് ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും ഈ കെമിക്കൽസിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോസറി ബയോടെക്കിന്റെ കേസിൽ നമ്മൾ കണ്ടു കുറച്ച് സ്പെസിഫിക് കെമിക്കൽസ് അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കെംകോണിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അറിയുന്ന രീതിയിൽ അവർക്ക് എക്സ്പെർട്ടീസ് ഉള്ള 2 മേജർ മേഖലകളിലാണ് അവർ ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 മേഖലകൾ ഏതാണെന്നുള്ളതാണ്. ആദ്യത്തെ മേഖല
ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽസ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ സെഗ്മെന്റ് ഇവർ കേറ്റർ ചെയ്യുന്നത് ഓയിൽ ഫീൽഡ് കെമിക്കൽസ് ആണ്. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽസിൽ നിന്നാണ് ഇവരുടെ റവന്യൂവിന്റെ 64% അവർക്ക് കിട്ടുന്നത്. ഓയിൽ ഫീൽഡ് കെമിക്കൽസിൽ നിന്ന് ബാക്കിയുള്ള 36% റവന്യൂ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വളരെ വിശദമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽസ് എന്താണെന്നും അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്നും മനസ്സിലാക്കാം. ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന്റെ 100ാമത്തെ പേജിലേക്ക് പോയാൽ മതി. 100ാമത്തെ പേജ് മുതൽ 119ാമത്തെ പേജ് വരെ വളരെയധികം വിശദമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഞാൻ ഈ പേജസ് എല്ലാം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളിൽ പഠിക്കാൻ താല്പര്യമുള്ള ഇതിനെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പേജിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പേജ് നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാർമ കമ്പനീസ് എന്താണ് ചെയ്യുന്നത്? ഫാർമ കമ്പനീസിന്റെ പണി ഡ്രഗ്സും മരുന്നുകളും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഫാർമ കമ്പനീസിന് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറെ കെമിക്കൽസ് വേണ്ടേ? അങ്ങനെ ഫാർമ കമ്പനീസിന്റെ മാനുഫാക്ചറിംഗിന് വേണ്ട കുറെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഇവിടെ കെംകോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയും സ്പെസിഫിക് ആയിട്ടുള്ള 2 മേജർ കെമിക്കൽസ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നിന്റെ പേര് CMIC എന്നുള്ളതാണ്. ഇതിന്റെ ഫുൾ ഫോമിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു കെമിക്കൽ നെയിം ആണ്. എന്തായാലും അതിന്റെ പേര് CMIC എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്ന മേജർലി ആന്റി എയ്ഡ്സ്, ആന്റി ഹെപ്പറ്റൈറ്റിസ് ബി ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ടാണ് ഈ CMIC എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് HMDS ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്ച്വലി HMDS മാനുഫാക്ചറിന് കുറേയധികം റെലവൻസ് വന്നിട്ടുണ്ട്. ഈ HMDSന്റെ ഉപയോഗം വരുന്നത് പെനിസിലിൻ ഡെറിവേറ്റീവ്സുമായിട്ടുള്ള മറ്റ് ആന്റി ബാക്ടീരിയൽ ഡ്രഗ്സിന്റെ മാനുഫാക്ചറിംഗിലേക്കാണ് ഈ HMDSന്റെ മേജർ ഉപയോഗം വരുന്നത്. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് റിലേറ്റഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പലപ്പോഴും അരിത്രോമൈസിനും അമോക്സിസിലിനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മാനുഫാക്ചറിംഗിലേക്കും HMDS വരുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമുക്കറിയാം അൺഫോർച്ചുനേറ്റ്ലി കേസസ് കൂടി വരുന്നുണ്ട്. കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് അരിത്രോമൈസിനും അമോക്സിസിലിനും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിന്റെ മാനുഫാക്ചറിംഗ് കൂടും. അതുകൊണ്ടാണല്ലോ ഫാർമ കമ്പനീസിന്റെ എല്ലാം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാർമ കമ്പനീസിന് കൂടുതൽ പ്രൊഡക്ഷൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ റോ മെറ്റീരിയലിലേക്ക് HMDSും ആവശ്യം വരും. അതുകൊണ്ട് തന്നെ കെംകോണിന് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എഗെയിൻ എനിക്കിവിടെ ഇതെല്ലാം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വായിച്ച് കിട്ടിയ ഇൻഫർമേഷൻ മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറെയെല്ലാം ഡോക്ടേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ ഫീൽഡ് കെമിക്കൽസ് ആണ്. അത് ഇവരുടെ റവന്യൂയിലേക്ക് 36% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ട് വായിക്കണമെങ്കിൽ പേജ് നമ്പർ 119ലേക്ക് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഈ ഓയിൽ ഫീൽഡ് കെമിക്കൽസിന്റെ ഉപയോഗം മോസ്റ്റ്ലി വരുന്നത് ഓയിൽ വെൽസിലും റിഗ്സിലും ഒക്കെയാണ്. അപ്പോൾ ഇതും എനിക്ക് കാര്യമായിട്ട് അറിയുന്നല്ല, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. എഗെയിൻ പ്രവാസി സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ വെൽസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഓയിൽ വെൽസിനെ ക്ലീൻ ചെയ്യാനായിട്ട് ബ്രോമൈഡ്സും ക്ലോറൈഡ്സും ബേസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഈ കമ്പനി അതിശക്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാൽഷ്യം ബ്രോമൈഡ്, സിങ്ക് ബ്രോമൈഡ്, സോഡിയം ബ്രോമൈഡ് ഇവരുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. ഗ്ലോബലി എക്സ്പോർട്ട് പോലും ചെയ്യുന്നത് ഈ ഒരു കമ്പനിയാണ്. ഇവരുടെ ഒരു മേജർ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എഗെയിൻ B2B കസ്റ്റമർ സെഗ്മെന്റിനാണ് ഈ ഒരു കമ്പനി കേറ്റർ ചെയ്യുന്നത്. ഇവരുടെ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നിയർലി 18% ഉണ്ട്. എഗെയിൻ ഈ ഒരു ബിസിനസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ 1988 ഗുജറാത്തിലെ വഡോദരയിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ മേജർ മൈൽ സ്റ്റോൺസിനെ പറ്റി അല്ലെങ്കിൽ കുറച്ച് മെട്രിക്സിലേക്കും നമ്പേഴ്സിലേക്കും നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയെ പറ്റി ഒരു നല്ല വാലിഡേഷനും ഒരു ബെറ്റർ ഒപ്പീനിയനും നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്നാമത്തെ പോയിന്റ് HMDS എന്നുള്ള നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള HMDSന്റെ മാനുഫാക്ചറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു ഒറ്റ മാനുഫാക്ചറർ അത് കെംകോൺ ആണ്. ഇനി ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 3rd ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് കെംകോൺ. തീർച്ചയായിട്ടും നല്ലൊരു നമ്പറാണ്. രണ്ടാമത്തെ കാര്യം CMICനെ പറ്റി ഡിസ്കസ് ചെയ്തു. CMICയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് കെംകോൺ. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2nd ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ്. അതുപോലെ നമ്മൾ ഓയിൽ ഫീൽഡ് കെമിക്കൽസിനെ പറ്റി സംസാരിച്ചു. അവിടെയും സിങ്ക് ബ്രോമൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒൺലി മാനുഫാക്ചർ ആണ്. കാൽഷ്യം ബ്രോമൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സെലക്ടഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. എന്നാൽ ആ മേഖലകളിൽ ഇവർ ക്ലിയർ ആയിട്ടുള്ള ഇന്ത്യൻ ലീഡർ മാത്രമല്ല ഏറെക്കുറെ ഒരു ഗ്ലോബൽ ലീഡർ എന്ന പൊസിഷനിലേക്ക് ഇവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു മോട്ട് എൻജോയ് ചെയ്യുന്ന, ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് എൻജോയ് ചെയ്യുന്ന, ഒരു വലിയ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെയും തീരുന്നില്ല, ഇതുവരെ ഇവർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ ഓൾറെഡി മുന്നിലേക്ക് പോകുമ്പോൾ 35 പുതിയ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഓൾറെഡി ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം
പറഞ്ഞതുപോലെ ഈ പൈസ റേസ് ചെയ്യുന്നതിൽ നിന്ന് 2 പുതിയ ഫാക്ടറീസും ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൾറെഡി ഒരു വലിയ മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നുണ്ട്, മുന്നിലേക്ക് പ്രൊഡക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫാക്ടറീസ് ഓൾറെഡി പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു അതിശക്തമായിട്ടുള്ള ഫ്യൂച്ചറിലേക്കാണ് ഇവർ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലാനിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം കാണാൻ പറ്റുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും ഇവർ വലുതായിട്ട് കേറ്റർ ചെയ്യുന്നുണ്ട്, എന്നാൽ എക്സ്പോർട്ടിംഗ് ഗ്ലോബൽ മാർക്കറ്റിനെ കേറ്റർ ചെയ്യുക എന്നുള്ളത് കൂടി വളരെ നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ചൈനയുടെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് ആണ്. 2 രീതിയിൽ ചൈന എന്നുള്ള ഒരു എലമെന്റ് ഈ ഒരു കമ്പനിയുടെ കഥയിലേക്ക് വരുന്നുണ്ട്. ആദ്യത്തെ ഡിപ്പെൻഡൻസ് ഇവരുടെ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഇവർ ചൈനയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇവരുടെ നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിയർലി 51% എക്സ്പെൻസസും റോ മെറ്റീരിയൽ വാങ്ങാനാണ് ചിലവാക്കിയിരിക്കുന്നത് ചൈനയിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും റോ മെറ്റീരിയലിന് വേണ്ടി ചൈനയുടെ പുറത്തൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അത് അത്ര നല്ലൊരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യമുള്ളത് ഇന്ത്യയിൽ ഇന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് എന്തായാലും കമ്പനീസ് വാങ്ങുന്നുണ്ട്, എന്നാൽ ചൈനയിൽ നിന്ന് പോലും പല കമ്പനീസും ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് അറിയുന്ന പോലെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് ഇന്ത്യയിലേക്ക് കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ കൺട്രീസും ചൈനയുടെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന ഓൾറെഡി ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സിലെയും ഒരു വലിയ എക്സ്പോർട്ടർ ആയിരുന്നത് കൊണ്ട് ചൈനയുടെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് ഇന്ത്യ മാത്രമല്ല എല്ലാ കൺട്രീസും കുറക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം കെംകോണിന്റെ എക്സ്പോർട്ട് മാർക്കറ്റും ലോക്കൽ മാർക്കറ്റും കൂട്ടുന്നു എന്നുള്ളതിൽ ഒരു വളരെ നല്ല ന്യൂസ് ആണ്. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വളരെ ക്ലോസ്ലി റൺ ആയിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് തന്നെയാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. മിസ്റ്റർ കമാൽ കുമാർ രാജേന്ദ്ര അഗർവാൾ ആണ് ചെയർമാൻ MD. അദ്ദേഹം നോക്കുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ഭാഗമാണ്. ഒരു ക്ലിയർ ഡിവിഷൻ ഓഫ് വർക്ക് ഈ കമ്പനിയുടെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് സംസാരിക്കാനുള്ളത് മിസ്റ്റർ നവദീപ് നരേഷ് ഗോയലിനെ പറ്റിയാണ്. അദ്ദേഹം കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ്. എന്നാൽ കമ്പനിയുടെ മാർക്കറ്റിംഗും ഓപ്പറേഷൻസും റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇദ്ദേഹമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. തുടക്കം മുതൽ തന്നെ ഇവർ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പെർട്ടീസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ 100% ഷെയർ ഹോൾഡിംഗും ഈ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പിന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു IPO നടന്നതിന് ശേഷം സ്റ്റേക്സും ഷെയർസും ഓഫ്ലോഡ് ചെയ്യുന്നതിന് ശേഷം ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 100%ൽ നിന്ന് കുറഞ്ഞ് 77% എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രശ്നവുമില്ലാത്ത വളരെ നല്ല കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് മാർക്കറ്റ് സൈസിനെ പറ്റിയും ഇൻഡസ്ട്രി അനാലിസിനെ പറ്റിയുമാണ്. എനിക്ക് എന്റെ ആഗ്രഹം അനുസരിച്ച് ഈ ഒരു വീഡിയോ റൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പ്രോബബ്ലി ഒരു അരമണിക്കൂർ എടുത്തുകൊണ്ട് വിശദമായിട്ട് ഞാൻ ഇതിനെ പറ്റി സംസാരിച്ചേനെ. അത്ര അധികം ഇൻഫർമേഷൻ ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലിയും എങ്ങനെയാണ് കൂടുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് കൂടുമ്പോഴും അതിൽ ഇന്ത്യക്കുള്ള പങ്ക് എന്താണ്, ഇന്ത്യക്കുള്ള പങ്കിൽ തന്നെ ഈ ഒരു കമ്പനിക്ക് എന്ത് പങ്കാണുള്ളത്, വളരെ വിശദമായിട്ടുള്ള കുറേ അധികം ചാർട്ട്സും ഗ്രാഫ്സും സ്റ്റഡീസും എല്ലാം ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ് കെമിക്കൽസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും എനിക്ക് ആദ്യം തോന്നിയത് കാര്യങ്ങൾ മാറുമ്പോൾ, അതായത് ഓയിലിന്റെ പുറത്തുള്ള ലോകത്തിന്റെ ഡിപ്പെൻഡൻസ് കുറഞ്ഞു വരുമ്പോൾ ഈ കമ്പനിക്ക് ഇത് മോശമായിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. എന്നാൽ ഈ ഒരു സെക്ഷൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇവർ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ കമ്പനീസ് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാപെക്സ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അതിശക്തമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓയിലിന്റെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് ലോകത്തിന്റെ കുറയും. എന്നാൽ ആ ഒരു പോയിന്റ് എത്തുന്നത് വരെ എക്സ്പ്ലോറേഷന്റെ പുറത്തും ഓയിൽ മൈനിങ്ങിന്റെ പുറത്തുമുള്ള സ്പെൻഡിങ് കൂടി വരികയാണ്. ആ സ്പെൻഡിങ് കൂടുമ്പോൾ, ആക്ടിവിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ സെയിൽസ് കൂടും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വിശദമായിട്ട് എന്തായാലും പറയാൻ നിൽക്കുന്നില്ല. കൺസോളിഡേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ അതിശക്തമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഈ കമ്പനിക്കുള്ളത്. ഇൻഡസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മാർക്കറ്റ് ഷെയർ എൻജോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസിനെ പറ്റി വിശദമായി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താം. കഴിഞ്ഞ വർഷത്തെ റവന്യൂ ഉണ്ടായിരുന്നത് 266 കോടി രൂപയാണ്. കഴിഞ്ഞ 4 വർഷത്തെ CAGR ഗ്രോത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള 29% ഉണ്ട്. വളരെ നല്ല നമ്പറാണ്. പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 49 കോടി ഉണ്ടായിട്ടുണ്ട്. അതും അതിന് മുൻപത്തെ 3-4 വർഷത്തെ CAGR ഗ്രോത്ത് സംസാരിക്കുകയാണെങ്കിൽ 36% ഉണ്ട്. എഗെയിൻ വളരെയധികം ഇംപ്രസീവ് ആണ്. പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള 18.4% കാണാൻ പറ്റുന്നുണ്ട്. ഡെറ്റിലേക്ക് കടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്നെ ഞെട്ടിച്ച കാര്യമാണ്. നിയർലി 20 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ സാധാരണ ഇതുപോലുള്ള മാനുഫാക്ചറിങ് ഹെവി കമ്പനീസ് ആകുമ്പോൾ അവര് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാനും ഫാക്ടറി ബിൽഡ് ചെയ്യാനും ഒക്കെ കുറെ അധികം ലോൺ എടുക്കാറുണ്ട്. എന്നാൽ അത്ര ഹെവിലി ലോൺ എടുത്ത കമ്പനി അല്ല, അല്ലാതെ തന്നെ ഇതിനെ ബിൽഡ് ചെയ്തു എന്നുള്ളത് വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ROE പറ്റി സംസാരിക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 38% ഉണ്ട്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 34% ഉണ്ട്,
വളരെയധികം നല്ല നമ്പേഴ്സ് ആണ്, എടുത്ത് പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. PE റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 25 ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ നമ്പേഴ്സ് ഒന്നും സ്റ്റാൻഡ് അലോൺ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഈ കമ്പനി എവിടെ നിൽക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പെട്ടെന്ന് പറയാനാണെങ്കിൽ PEയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ പിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനീസിനും 30-നും 35-നും മുകളിലാണ് PE ഉള്ളത്. ഈ കമ്പനിയുടെ PE ഇപ്പോൾ കിട്ടുന്നത് 25-ലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവർ വാല്യൂഡ് അല്ലാതെ, അല്ലെങ്കിൽ ഇതിന്റെ പിയേഴ്സിന്റെ അറ്റ്പാറ് പോലും വാല്യൂഡ് അല്ലാതെ ബെറ്റർ ഒരു നല്ല വാല്യുവേഷനിലാണ് ഈ കമ്പനി കിട്ടുന്നത് എന്ന് കൂടി മനസ്സിലാകുന്നു. അതും ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫിൽ വളരെ വിശദമായിട്ട് കെംകോൺ എന്ന കമ്പനീന്റെയും അതിന്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ആർദി ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുൽ ലിമിറ്റഡ് ഉണ്ട്, ഫൈൻ ഓർഗാനിക്സ് ഉണ്ട്, വിനതി ഓർഗാനിക്സ് ഉണ്ട്. അപ്പോൾ ഇവരെ റവന്യൂ ഗ്രോത്തിന്റെ ബേസിലും നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ബേസിലും ROE ROCE ബേസിസിലും എല്ലാം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശമല്ലാത്ത അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ തന്നെയാണ് കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിൽക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ അവസാനത്തെ നമ്മുടെ സെഗ്മെന്റിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ കമ്പനിയുടെ പുറത്ത് നമ്മുടെ വേർഡിക്റ്റ്? അപ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതൊന്നുമില്ല, എനിക്ക് തന്നെ ഒരു ആവർത്തന വിരസത വരുന്നുണ്ട്. അതായത് ഏതൊരു IPOനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും പറയുന്നത് എന്താണ്, കമ്പനിയെ പറ്റി വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കും, മുന്നിലേക്ക് ലോങ് ടേമിലേക്ക് അത് ഗ്രോ ചെയ്യുമെന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തും. എന്നാലും അവസാനം പറയേണ്ടി വരുന്നത് എന്താണ്, ഇന്ന് ഇന്ത്യയിലെ സീൻ ഇങ്ങനെയാണ്. ഏതൊരു കമ്പനി IPO ചെയ്താലും ഓവർ സബ്സ്ക്രൈബ് ആകുന്നുണ്ട്, എല്ലാവരും ചാടി വീഴുന്നുണ്ട് IPOയിലേക്ക്. അതുകൊണ്ട് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും. അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് പറയാനുള്ളത് അത് മാത്രമാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. എന്നാൽ ഒരു പേടിപ്പെടുത്തുന്ന ഫാക്ടർ, ആക്ച്വലി 2 ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ടും കോൺട്രാഡിക്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഒരു പേടിപ്പെടുത്തുന്ന ഫാക്ടർ, മാർക്കറ്റ് ഇന്ന് അതിശക്തമായിട്ട് താഴേക്ക് പോയത് നമ്മളെല്ലാം കണ്ടതാണ്. അതിന്റെ റീസൺസ് വളരെ വിശദമായിട്ട് മാർക്കറ്റ് ഫീഡിന്റെ ആർട്ടിക്കിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നാലും മാർക്കറ്റിൽ ഒരു ബെയറിഷ് സെന്റിമെന്റ് വരികയാണെങ്കിൽ ഇതിന്റെ ലിസ്റ്റിംഗ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചെറിയൊരു ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. എന്നാലും രണ്ടാമത്തെ പോയിന്റ്, ആ കോൺട്രാഡിക്റ്റിംഗ് പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇന്നാണ് ഇതിന്റെ IPO ഓപ്പൺ ചെയ്തത് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇന്ന് ഉച്ചയാകുന്നതിന് മുൻപ് തന്നെ ഇത് ഓൾറെഡി 100% സബ്സ്ക്രൈബ്ഡ് ആയി. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ IPOയിലായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുക. IPOയിൽ എങ്ങനെയും റിട്ടേൺസ് കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും എഗെയിൻ IPOയിലേക്ക് വരാനും അങ്ങനെ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആണുള്ളത്. ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇനി ഒരു പ്യുവർ ഫണ്ടമെന്റൽ സെൻസിൽ പറയുകയാണെങ്കിൽ നല്ല കമ്പനിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്, മോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു ലീഡർഷിപ്പ് എൻജോയ് ചെയ്യുന്ന കമ്പനിയാണ്, നല്ലൊരു ഇൻഡസ്ട്രിയിലാണുള്ളത്, ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നുമുണ്ട്. അറ്റ് ദ സെയിം ടൈം പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ വാല്യുവേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആലോചിക്കുമ്പോൾ ലോങ് ടേമിലേക്ക് പോലും മോശമല്ലാത്ത ഒരു നല്ല പിക്കാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ് ഞാനും എന്തായാലും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ഒന്നും നമ്മൾ പലരെയും പോലെ എനിക്കും കിട്ടിയിട്ടില്ല, ഇതെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എനിക്കറിയാം ബാക്ക് ടു ബാക്ക് IPO വീഡിയോസ് വരുന്നുണ്ട്. എന്താണ് ചെയ്യുക, മാർക്കറ്റിൽ അത്രയും ബാക്ക് ടു ബാക്ക് IPOs വരുന്നത് കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ നാളെ ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും എല്ലാവരും ലിസ്റ്റിംഗ് ഗെയിന് വേണ്ടി അപ്ലൈ ചെയ്യും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്പനീനെ മുന്നിൽ കിട്ടുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം കളയാതിരിക്കണം എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു IPOനെ പറ്റി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത അതിശക്തമായിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.